കോലഴി കൃഷിഭവൻ പരിധിയിലെ കുറ്റൂർ, ആട്ടൂർ, കൊട്ടേക്കാട് പ്രദേശങ്ങളിൽ കാർഷിക വിളകൾക്ക് നേരെയുള്ള കാട്ടുപന്നികളുടെ ആക്രമണം അതിരൂക്ഷം. പല പാടശേഖരങ്ങളിലും കൊയ്യാൻ പാകമായ നെൽകൃഷികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതോടെ കർഷകർ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലായി. കാട്ടുപന്നികളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണം മൂലം മേഖലയിലെ പാടശേഖരങ്ങളിൽ നെൽകൃഷി ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. മേഖലയിൽ ഇരുചക്ര വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പോലും കാട്ടുപന്നികളുടെ ആക്രമണം ഭീഷണിയായി മാറി. പഞ്ചായത്ത് അധികൃതർ ഷൂട്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടില്ല. കർഷകർ തങ്ങളുടെ ഉൽപാദനോപാധികൾ നഷ്ടപ്പെട്ട് ദുരിതത്തിലായതിനാൽ അധികൃതർ ഉടനടി ഇടപെടണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത് ഞാൻ ആ ചാലിന്റെ അപ്പുറത്തേക്ക് ചാടിയിട്ട് രക്ഷപ്പെടുക ചെയ്ത പന്നി കുത്താനാ വന്നത്. ഒരു കൂട്ടായിട്ട് ഒറ്റയ്ക്ക് ഓരോ പന്നിയായിട്ടാ വന്നത്. പന്നികൾ കുറെ ഉണ്ട് ഇവിടെ, പക്ഷെ അന്ന് വന്നത് ഒരെണ്ണം ഒറ്റയ്ക്കാ. അന്ന് കുത്താൻ വന്നു. ഞാൻ ഒരു വിധത്തിൽ ഓടി രക്ഷപ്പെട്ട് അപ്പുറത്തെ ചാല് കോരിയിട്ടുള്ള ഇപ്പുറത്തേക്ക് ചാടി കിടക്കുകയാണ് ചെയ്തത്. ഓടിച്ച് കൃഷിക്ക് ശല്യം കൃഷിക്കാ കാണുന്നില്ല ഇവിടെ മുഴുവൻ. ആകെ പ്രശ്നമാണ് ഇവിടെ. മൊത്തം കുത്തി മറിച്ച് പണിയുന്നത്, കൃഷി പണിയുന്നത് വെറുതെയാ. കൃഷി പണിയുന്നത് വെറുതെയാ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നല്ല ഇത് പഞ്ചായത്തിൽ നിന്ന് കൊല്ലാനൊക്കെ അനുമതി ഉണ്ടല്ലോ. അതൊക്കെ കൊല്ലാനുള്ള അനുമതി കൊടുത്തിട്ട് 2-3 കൊല്ലായി. ഇതുവരെ ഒരു എണ്ണത്തിനൂടെ കൊന്നിട്ടൊന്നുമില്ല. ഇവിടെ മെമ്പർമാരുണ്ട്, പഞ്ചായത്തിലെ ആൾക്കാരുണ്ട്, വെടിവെക്കാൻ ആളെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരാളെ ഇവിടെ കാണാനില്ല. ഞങ്ങളിവിടെ പണിയ വിളവെടുക്കേണ്ട കൊയ്യേണ്ട സമയമായി തുടങ്ങി. ഇപ്പൊ ഈ നേരത്താണ് ഇപ്പൊ ഈ അംഗം കണ്ടില്ലേ, ആകെ കുത്തി മറിച്ച് ഉള്ളത് മുഴുവൻ ഇതായിട്ട്. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ടിരിക്കണ ഇപ്പൊ ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ പണിയാ പണിതിട്ട് കാര്യമില്ലാണ്ട കാണണേ. വിളവാകുമ്പോഴേക്കും പന്നികൾ നശിപ്പിച്ചു കളഞ്ഞു. ഇനി ഞങ്ങൾക്ക് കൃഷി ചെയ്യുന്ന താല്പര്യമാണ് നിൽക്കുന്നത്. പന്നി ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വെറുതെ ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല.